ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് രംഗയ്യൻ, പാലക്കാട്ടെ ഒരു സൂപ്പർ പലഹാരമാണ് കേട്ടോ ഇത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. നന്നായിട്ട് കഴുകി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അത് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഒത്തിരി അങ്ങ് നന്നായി പേസ്റ്റ് പോലെ അരയണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. ഈ ഒരു രീതിയിൽ വേണം അത് അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 3 വറ്റൽമുളക്, ഒരു 10 ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മല്ലി, അതുപോലെ തന്നെ 2 കറുവപ്പട്ട, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂണോളം പെരുംജീരകം അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഒത്തിരി അങ്ങ് അരയണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അത് നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പയറിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാല എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട്. എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും തൂത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മളുടെ ആ പയറിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി നമ്മൾക്ക് ഇഡലിച്ചെമ്പിൽ വെച്ച്, ഞാനിപ്പോൾ ഇഡലിച്ചെമ്പിൽ വെച്ചാണ് ആവി കയറ്റി എടുക്കുന്നത്. ഇതുപോലെ അതിനുള്ളിൽ അടിയിൽ വെള്ളം വെച്ചതിന് ശേഷം തട്ട് കമത്തി വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അടച്ചു വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ ഞാനത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നമ്മളുടെ വിഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ ഞാനത് മുഴുവനും ചെറുതായിട്ട് വരഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുറിച്ച കഷ്ണങ്ങളെല്ലാം പ്ലേറ്റിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്കൊന്ന് മുറിച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയം അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ അതിലേക്ക് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം പൊട്ടുകടല, 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ് അതും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മളുടെ പരിപ്പും കടലപ്പരിപ്പും അതുപോലെ ഉഴുന്നുപരിപ്പും ഒക്കെ ഒന്ന് മൂത്ത് വരണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പൊക്കെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞതും, ഒരു 8 വെളുത്തുള്ളി അരിഞ്ഞതും, അതോടൊപ്പം തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വരണം. അതിനായിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി വഴന്ന് വരുന്നുണ്ട്. ആ ഒരു സമയം അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചുരുണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ചെറുപയറിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കതും കൂടി ഇട്ട് നന്നായിട്ട് അതിനകത്ത് കിടന്ന്
ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. ഇത് ബ്രാഹ്മിൻസിൻ്റെ നോൺ വെജ് എന്നും കൂടി ഇതിനെ വിളിക്കാറുണ്ട്. കാരണം ഇത് നോൺ വെജ് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കും. നമ്മൾ ബീഫൊക്കെ മൊരിച്ചെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് നമ്മൾക്ക് അതൊന്ന് മൊരിച്ചെടുക്കണം. ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പം ഞാൻ നന്നായിട്ടത് മൊരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് ബ്രാഹ്മിൻസിൻ്റെ നോൺ വെജായിട്ടും നമ്മൾ കാണാറുണ്ട് ഈ ഒരു വിഭവത്തെ. നോൺ വെജ് വയ്ക്കുന്നത് പോലെ തന്നെ ഇത് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുവാനായിട്ട് സാധിക്കും. ഓക്കേ.